പശ്ചിമേഷ്യയിൽ വീണ്ടും സംഘർഷം. ഹോർമൂസ് കടലിടുക്കിലെ ചരക്ക് കപ്പലിന് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ ഇറാനിലെ മിസൈൽ ഡ്രോൺ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി US വ്യോമാക്രമണം. അമേരിക്കൻ സൈനിക താവളങ്ങൾ ആക്രമിച്ചതായി ഇറാൻ റവല്യൂഷണറി ഗാർഡ്സും അവകാശപ്പെട്ടു. വെടിനിർത്തൽ കരാറും സമാധാന ചർച്ചകളും വീണ്ടും പ്രതിസന്ധിയിൽ. US ഇറാൻ ഏറ്റുമുട്ടലിനിടെ ക്രൂഡ് ഓയിൽ വില വീണ്ടും ഇടിഞ്ഞു. US ബ്രെന്റ് ക്രൂഡ് ഓയിൽ 4.34% ഇടിഞ്ഞ് ബാരലിന് $71.99 ഇത് ഫെബ്രുവരി 27 ശേഷമുള്ള ഏറ്റവും കുറഞ്ഞ നിരക്കാണ്. WTI ക്രൂഡ് ബാരലിന് $69.23 ഹോർമൂസ് വഴിയുള്ള കപ്പൽ നീക്കം വർദ്ധിച്ചതും വിപണിയിലേക്ക് കൂടുതൽ ക്രൂഡ് ഓയിൽ എത്തുമെന്ന റിപ്പോർട്ടുകളുമാണ് വിലയിടിവിന് കാരണമായത്. രാജ്യത്ത് വാണിജ്യ ഗാർഹിക LPG സിലിണ്ടറിന്റെ വില കുറയ്ക്കാൻ കേന്ദ്ര സർക്കാർ. എണ്ണ കമ്പനികളുമായി ചർച്ച പൂർത്തിയായി. പുതുക്കിയ നിരക്ക് അടുത്ത മാസം 1 പ്രഖ്യാപിക്കും. വാണിജ്യ സിലിണ്ടറിന് 500 മുതൽ 700 രൂപ വരെ കുറയ്ക്കാൻ സാധ്യത. ഹോർമൂസ് മേഖലയിലെ സാഹചര്യം മെച്ചപ്പെട്ടതോടെയാണ് വിലക്കുറവിന് വഴിയൊരുങ്ങുന്നത്. ഇന്ത്യയെ പോളിയോ വിമുക്തമാക്കുന്ന ലക്ഷ്യമിട്ട് ദേശവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ നാളെ സംസ്ഥാനത്ത് നടക്കും. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകും. സർക്കാർ ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അങ്കണവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ എന്നിവിടങ്ങളിലാണ് പോളിയോ ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. ഗ്രാമിന് 110 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 13,195 രൂപയായി. പവന് 880 രൂപ വർദ്ധിച്ച് 1 പവന് 1,05,560 രൂപയായി. 18 ക്യാരറ്റ് സ്വർണത്തിനും ആനുപാതികമായി വില വർദ്ധിച്ചു. ഗ്രാമിന് 90 രൂപ വർദ്ധിച്ച് 1 ഗ്രാമിന് 10,845 രൂപയായി. പവന് 720 രൂപ വർദ്ധിച്ച് 1 പവന് 86,760 രൂപയായി. വെള്ളി വിലയിൽ മാറ്റമില്ല. ഗ്രാമിന് 240 രൂപയിലാണ് വ്യാപാരം. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.